നസ്രാണികൾ പോലും ഇവിടുത്തെ മുസ്ലിങ്ങളെ ഭയന്നാണ് കഴിയുന്നത്. അവരാരും പറയാൻ പറയുന്നില്ല എങ്കിൽ പോലും എന്റെ അഭിപ്രായത്തോട് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിലെ 90% ആളുകളും അതിനോട് യോജിപ്പാണ്. കാരണം അവരുടെ കടന്നുകയറ്റവും അവരുടെ പ്രവൃത്തിയും നിങ്ങൾക്ക് പലതും കണ്ടല്ലോ, അവർ സഹിക്കുകയല്ലേ ഇതല്ല. അതുകൊണ്ട് നായാടി തൊട്ട് നസ്രാണി വരെ യോജിക്കുമെന്ന് പറഞ്ഞാൽ ആ യോജിപ്പിനോട് ഒരൈക്യ ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. എനിക്ക് വളരെ സങ്കടം തോന്നിയ ഒരു കാര്യം ഇവിടെ ഉണ്ടായി. നമ്മുടെ ജസ്റ്റിസ് കമാൽ പാഷ, അദ്ദേഹം ഏത് കാര്യവും ന്യായം പറയുന്ന കൂട്ടത്തിലാണ്. പക്ഷെ കമാൽ പാഷ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞു, ക്രിസ്ത്യാനികൾ ആരും മുസ്ലിങ്ങൾക്ക് വേണ്ടി പറയുന്നില്ല, ആകെക്കൂടെ പറഞ്ഞതൊരു സുസപാക്യം തിരുമേനിയ. വെറും തെറ്റാണ്. സുസൈപാക്യം തിരുമേനിയുടെ വാക്ക് അദ്ദേഹം ശ്രദ്ധിച്ചുള്ളതാ. എന്നെ പോലുള്ളവരുടെ വാക്ക് അദ്ദേഹം കേട്ടില്ല. കാരണം ഞാൻ സാധാരണക്കാരനാണ്. എത്രയോ സാധാരണക്കാരായ ആളുകൾ ഈ സമൂഹങ്ങളോടൊപ്പം ഉണ്ട്. 21, 22 വേദികളിൽ പൗരത്വ ബില്ലിനെതിരെയുള്ള പ്രതിഷേധങ്ങളിൽ പ്രസംഗിച്ച ആളാ കേരളത്തിന് അങ്ങോളം ഇങ്ങോളം ഈ ഞാൻ തന്നെ. പക്ഷെ അദ്ദേഹം കേട്ടില്ല. കാരണം എന്താ? മതമെന്ന് പറയുമ്പോൾ മതത്തിന്റെ മെത്രാനെ മാത്രമേ കാണൂ. അതാണ് ഇതിന്റെ പ്രശ്നം. എത്ര വലിയ ഉന്നതനായാലും ഏത് മതത്തിന്റെയും ഉയർന്ന തലത്തിൽ ഇരിക്കുന്നവനല്ല അതിന്റെ മനസ്സ്, മറിച്ച് ഓരോ വിശ്വാസിയുമാണ്. അപ്പോൾ ഇന്നത്തെ ഗവൺമെന്റ് ന്യൂനപക്ഷങ്ങളെ ഭിന്നിപ്പിച്ച് ഒരു കുടുംബം അതിൽ തന്നെ ചിത്രിച്ചാൽ ഇല്ലാതെയാകുമെന്ന് പറയുന്നത് പോലെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും മറ്റ് ന്യൂനപക്ഷങ്ങളെയും സംഘടിപ്പിച്ച അവരെ തമ്മിൽ ഭിന്നിപ്പിച്ച ശേഷം ഭൂരിപക്ഷ വർഗീയത ഉയർത്തി പുതിയൊരു സാമ്രാജ്യം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഇതിനെ എല്ലാം നമ്മൾ വിലയിരുത്തേണ്ടത് എന്നത് സാധാരണക്കാരായ ആളുകളിൽ പോലും തെളിഞ്ഞു കാണുന്ന ദിനങ്ങളാണ് ഇന്ന് ഭാരതത്തിലുള്ളത്. പക്ഷെ കേരളത്തിനൊരു പ്രത്യേകതയുണ്ട്, അത് നമ്മൾ മറന്നുകൂടാ. നമുക്കെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നിങ്ങൾക്കറിയാമോ, ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ചെങ്ങന്നൂന്നാണ്. ചെങ്ങന്നൂരിന്റെ ഈ നാടിന്റെ ഒരു മരുമോനാണ് ഞാൻ. എൻ്റെ സ്വന്തം സ്ഥലം വാഴക്കുന്നം. ഞാൻ ജോലി ചെയ്യുന്നത് റാന്നി കോളേജ്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജൈനരും പാർസികളും ഒക്കെയുള്ള അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ഒരു ചുമതലക്കാരനാണ് ഞാൻ. അപ്പോൾ ഞാനൊരു വൈദികനാണ്. ഞാൻ ഒരു രാഷ്ട്രീയപരമായ രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്. ഞാനൊരു വൈദികനാണ്. ഞാൻ എഴുതിയ മോഹിനിയാട്ടവും കഥകളിയും ഓട്ടംതുള്ളലും ഒക്കെ വിവിധ വേദികളിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇവൻ ശബരിമലയ്ക്ക് വേണ്ടി പോലും ഞാൻ എഴുതിയ 10 പാട്ട് റെക്കോർഡിട്ട് ആൾക്കാർ കേൾക്കുന്നുണ്ട്. ശരത്തും ബിജു നാരായണനും ഒക്കെ പാടിയത് അച്ഛനാണ്, പക്ഷെ അതിനും പാട്ടെഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പല വേദികളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ വന്ന് നിന്ന് ഞാൻ പറയുന്നു ഞാൻ ചെങ്ങന്നൂരിന്റെ മരുമോനാണ്. പക്ഷെ എൻ്റെ ആദ്യ കല്യാണം നടത്തിയത് ഫിറോസാണ്. ഫിറോസ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ 2ാം കെട്ട് കെട്ടിയതാണെന്ന്. അല്ല, എൻ്റെ ആദ്യത്തെ കല്യാണം കാട്ടൂർ NSS സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒപ്പന നടത്തിയപ്പോഴാണ്. ഒപ്പന മണവാളൻ മണിയറ പൂകി മണവാട്ടി എന്ന് പറഞ്ഞ പാട്ടൊക്കെ പാടി കയ്യൊക്കെ അടിച്ച് പാട്ടുപാടിയ കൂട്ടത്തിൽ എന്നെ അവർ മണവാളനായിട്ട് നടുക്കിരുത്തി. ഫിറോസും താജുദ്ദീനും, കാട്ടൂർപേട്ട മുസ്ലിം പള്ളിയിലുള്ള ഫിറോസും താജുദ്ദീനും എല്ലാം കൂടി എന്നെ നടുക്ക് പിടിച്ചിരുത്തി എന്നെ മണവാളനാക്കി 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. എന്തുകൊണ്ട്? ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിലും അവർ ഒപ്പന കളിച്ചപ്പോ എന്നെ നടുക്കിരുത്തി. അതിന്റെ ഹൈന്ദവരായ സുഹൃത്തുക്കൾ ഓണമാകുമ്പോൾ അവരുടെ വീട്ടിൽ സദ്യ ഉണ്ണാൻ വിളിക്കും. ഇത് കേരളമാണ്, ഇത് മലയാളമാണ്. മലയും അളവും ചേർന്നതാണ്, കുന്നും കുഴിയും ചേർന്നതാണ്. ജീവിതത്തിന്റെ നിമ്നോന്നതങ്ങളെ കുറിച്ച് ബോധ്യമുള്ള സമൂഹമാണ് ഇവിടെ ജീവിക്കുന്നത്. ഇന്ത്യയിൽ എവിടെയുമുള്ളതിനേക്കാൾ ഇന്ത്യയെ മൊത്തത്തിൽ തിരിച്ചറിയാൻ കഴിവുള്ളതാണ് നാക്കില പോലെ കിടക്കുന്ന ഈ കേരളം. അല്ലെങ്കിൽ നാക്കിന്റെ രൂപമുള്ള ഈ കേരളം ഇന്ത്യയുടെ നാവാണ്, ഇന്ത്യയുടെ ശബ്ദമാണ്. ആ ശബ്ദമുയർത്താൻ കേരളത്തിൽ ഭരണത്തിലിരിക്കുന്നവർ മുതൽ താഴെ തൊഴിലാളി വർഗത്തിൽപ്പെട്ടവർ വരെ ഒറ്റക്കെട്ടാണ്. അതുകൊണ്ട് ഈ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ടതില്ല. പക്ഷെ അതും മാത്രമല്ല കേരളത്തിലെ മുസ്ലിം. പക്ഷെ വേറൊരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം. ഇവിടെ വെച്ചിപ്പോൾ ആരെങ്കിലും നമ്മളെ അടിച്ചെന്ന് വെക്കട്ടെ, കോട്ടയത്ത് ചെല്ലുമ്പോൾ അവന് തിരിച്ചു കിട്ടും. മലപ്പുറത്ത് ചെല്ലുമ്പം പിന്നെ അവനെ നിരത്തിട്ട് ശരിക്കും ചവിട്ടി ചുരുട്ടി കൂട്ടും. ഇതാണ് നമ്മുടെ ഒരു പ്രത്യേകത. ഭൂമി ശാസ്ത്രപരമായി എല്ലാവരും കൂടെ ചേർന്ന് അങ്ങ് ജീവിക്കുകയാണ്. ഒരിടത്ത് അടിച്ചാൽ തിരിച്ചെവിടെങ്കിലും വിട്ട് കിട്ടും. പക്ഷെ എൻ്റെ സ്വഭാവം അതല്ല. ഈ ചെകിട്ടത്തടിച്ചാൽ മറ്റേത് കാണിക്കാനാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ട് എനിക്ക് തിരിച്ചടിയില്ല. തല്ല് കിട്ടിയാൽ കൊള്ളും.
എല്ലാം കാണിച്ചു കൊടുക്കുക, ചാകുക. അതുകൊണ്ട് ആർക്കെങ്കിലും എന്നെ കൊല്ലാൻ തോന്നുന്നെങ്കിൽ ആ കൊല്ലാൻ തോന്നുന്നവർക്ക് വേണ്ടി നിന്ന് തരാൻ ഞാൻ ഒരുക്കമാണ്. പക്ഷെ ചാകുമ്പോൾ അവസാന ശ്വാസം പോകുന്നത് വരെ പറയും, തമ്മിലടിക്കരുത്, സമാധാനം പുലരണം, നാടിന്റെ ഭരണഘടനയ്ക്ക് അനുസൃതമായി മതേതരത്വം സംരക്ഷിക്കപ്പെട്ട് പുലരാൻ, ഇന്ത്യയുടെ ഇത്ര സുന്ദരമായ അന്തരീക്ഷം തകർക്കാതിരിക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നേറാമെന്ന് പറഞ്ഞുകൊണ്ടേ മരിക്കും. അങ്ങനെ മരിക്കാൻ എനിക്ക് സന്തോഷമാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലായിടങ്ങളിലും എല്ലാ വിഭാഗം ജനങ്ങൾക്കും മധ്യേയും നിൽക്കാൻ തയ്യാറാവുന്നത്. കേരളത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഞങ്ങൾ ബൈബിള് നോക്കുമ്പോൾ അതിൽ കാണും ഇസ്രയേലിലെ 12 ഗോത്രങ്ങൾ, യാക്കോബിന്റെ മക്കള്. സെമറ്റിക് പാരമ്പര്യത്തിൽ നിന്നാണ് ഇസ്ലാം മതവും അതുപോലെ ക്രിസ്തു മതവും ഒക്കെ വരുന്നത്. ആ മതങ്ങളിൽ സമാനമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈസാ നബി അവിടെ ഉണ്ട്, മൂസാ നബി അവിടെ ഉണ്ട്. എവിടോ ആൾക്കാർ തമ്മിലടിച്ചപ്പോൾ പിരിഞ്ഞു പോയതാകണം. മനുഷ്യ ജീവിതമല്ലേ? അങ്ങനെയാണ് മതം. മതം മാറിക്കൊണ്ടിരിക്കും. മതത്തിന്റെ ആശയങ്ങൾ അങ്ങനെയൊക്കെ രൂപപ്പെട്ടു വന്നതായിരിക്കും. പക്ഷെ എല്ലാം മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെ രൂപപ്പെട്ട മതങ്ങളിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ട ആശയങ്ങളാണ് പ്രധാനം. അതുകൊണ്ടാണ് പറയുന്നത്, നാശം ജഡത്തിന് പറ്റിയാൽ പറ്റട്ടെ, ആശയം അത്രേ ഭരിപ്പതി പാരിനെ എന്ന് പറയുന്നത്. നമ്മൾ നല്ല ആശയങ്ങളെയാണ് ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. ഇസ്ലാം മതവിശ്വാസി നല്ല ഇസ്ലാം ആയിരിക്കണം. ഭീകരവാദം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ നല്ല ഇസ്ലാം അല്ല. ഇസ്ലാം നല്ല വിശ്വാസിയായിരിക്കണം. ക്രിസ്തു മതത്തിലുള്ളവൻ നല്ല വിശ്വാസിയായിരിക്കണം. ക്രിസ്തുവിന്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ തിരുമേനിമാരോടൊക്കെ ഒരു ബഹുമാനം തോന്നുകയില്ല. എന്താ കാര്യം എന്നറിയാമോ? ആ പാവം ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നുണ്ടോ? നിങ്ങളിങ്ങ് വാ. വള്ളത്തിൽ പോയ പുള്ളികളായിരുന്നു. അവരോട് പറഞ്ഞു, വലയും വഞ്ചിയൊക്കെ വിട്ടിട്ട് വാ, എൻ്റെ കൂടെ വാ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. നിങ്ങളെ സഭയിലോട്ട് ആൾക്കാരെ ചേർക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞില്ല അദ്ദേഹം. അദ്ദേഹം പറഞ്ഞത് മനുഷ്യരെ കണ്ടെത്താൻ പോവാം, നല്ല മനുഷ്യരുണ്ടോ എന്ന് നോക്കാം, വാ, നല്ല മനുഷ്യരെ സൃഷ്ടിക്കാം, ഈ സമൂഹം കൂടുതൽ നന്മയിൽ പുലരാനിടയാകട്ടെ എന്ന് പറഞ്ഞ ആചാര്യന്റെ വാക്കുകളെയാണ്, ആ ഗുരുതുല്യമായ വാക്കുകളാണ് സത്യത്തിൽ ഇന്ന് വിവിധ മത സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായി വ്യാഖ്യാനിക്കപ്പെട്ട് അതൊക്കെ യഥാർത്ഥ ആശയങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത്. അത് ഇസ്ലാം മതത്തിൽ സംഭവിക്കുന്നു, അത് ക്രിസ്തു മതത്തിൽ സംഭവിക്കുന്നു, അത് ഹിന്ദു മതത്തിൽ സംഭവിക്കുന്നു. ഹിന്ദു മതം മോശമല്ല, അത് സാർവലൗകികതയുടെ ആശയമാണ്, അത് സനാതന ധർമ്മമാണ്. ഗീതോപദേശവും ഗിരിപ്രഭാഷണവും ഗാന്ധിജിക്ക് ഒരുപോലെ ഇഷ്ടമാണ്. എല്ലാ മതങ്ങളിലെയും നല്ല തത്വങ്ങളെ നമുക്ക് സ്വീകരിക്കാൻ കഴിയും. അതുകൊണ്ട് നല്ല മുസ്ലിം ആകൂ, നല്ല ക്രിസ്ത്യാനിയാകൂ, നല്ല ഹിന്ദു ആകൂ. ഇനി ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരും ആരാണ്? ഹിന്ദുക്കളാണ്. അത് BJP പറയുന്നത് പോലെയല്ല. സിന്ധു നദീതട സംസ്കാരത്തിന്റെ തുടർച്ചയാണ്. സിന്ധു നദീതട സംസ്കാരത്തിന്റെ തുടർച്ചയാണ് ഇന്ത്യയിലെ ജനങ്ങൾ എന്നുള്ള ആ പൂർവ്വസങ്കല്പത്തിൽ സിന്ധു എന്ന വാക്ക് ഹിന്ദു എന്ന് മാറുകയും, ഹിന്ദു എന്ന വാക്ക് ഹിന്ദു എന്ന് മാറുകയും, ഹിന്ദു എന്ന വാക്ക് ഇന്ത്യൻ എന്ന് മാറുകയും ചെയ്തതാണ് നമ്മൾ പറയുന്ന ഹിന്ദുത്വം. അവർ പറയുന്നത് വേറെ. നമ്മൾ ഈ നാടിന്റെ മക്കളാണ് എന്ന പാരമ്പര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഈ നാടിന്റെ മക്കളാണ് എന്ന് തെളിയിച്ച് ജീവിക്കാൻ നമുക്ക് അവകാശമുണ്ട്. ആ അവകാശത്തിനെ എതിർത്ത് തോൽപ്പിക്കുന്ന വിധത്തിലാണ് ദേശീയ ജനസംഖ്യാ പട്ടികയും ദേശീയ പൗരത്വ പട്ടികയും പൗരത്വ ഭേദഗതി നിയമവും കൊണ്ടുവന്നുകൊണ്ട് ആ നിലയിലുള്ള പരിശ്രമങ്ങൾ നടത്തി കേന്ദ്ര സർക്കാർ രാഷ്ട്രീയമായ അജണ്ടയും തങ്ങളുടെ ഭാവി സങ്കല്പങ്ങളും, അതായത് ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ് എന്നുള്ള പൂർവ്വകാലത്ത് തന്നെ അവർ ഉള്ളിൽ വെച്ചിരിക്കുന്ന ആശയത്തെ കൂടുതൽ അവരുടെ ഗുണകരമാക്കി പരിവർത്തിപ്പിക്കാനുള്ള പരിശ്രമം നടത്തുന്നത്. ഇങ്ങനെ ചെയ്തപ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങൾ രണ്ടാം തരം പൗരന്മാരാണ് എന്ന ധാരണ ജനിപ്പിക്കാനും, മുസ്ലിങ്ങൾക്കുള്ളിൽ അപകർഷതാ ബോധം ജനിപ്പിക്കാനും, മുസ്ലിങ്ങൾക്കുള്ളിൽ ഭയം ജനിപ്പിക്കാനും ഉള്ള ശ്രമമാണ് നടത്തിയത്. ഞാൻ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഇരിക്കുന്നത് എല്ലാ മതത്തിലും പെട്ട കുട്ടികളാണ്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ക്ലാസ്സിലിരിക്കുന്ന ഈ ഫർസാനെ മറന്നുകൊണ്ട്, ഈ ക്ലാസ്സിലിരിക്കുന്ന ഈ താജുദ്ദീനെ മറന്നുകൊണ്ട് നിങ്ങൾക്കൊരു ജീവിതമുണ്ടോ? എൻ്റെ ക്ലാസ്സിൽ ഞാൻ എൻ്റെ കുട്ടികളോട് ചോദിച്ചു.
അവര് പറഞ്ഞില്ല, ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നവരാണ്, ഞങ്ങൾ ഒരുമിച്ച് വളരുന്നവരാണ്. അങ്ങനെ ഒരുമിച്ച് വളരുന്നവർ എന്ന നിലയിൽ അവരെ തമ്മിലകറ്റാൻ കഴിയാത്ത ഒരു പൊതുബോധം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഓണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ അതിൻ്റെ ആശയത്തെ ഒന്ന് പൂർണ്ണമാക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അങ്ങ് വടക്കേ ഇന്ത്യയിൽ നിന്ന് ഒരു രാജാവിനെ അവിടെയുള്ള വേറൊരു രാജാവ് തോൽപ്പിച്ച്, ഇപ്പോഴും തോൽപ്പിക്കലാണല്ലോ നടക്കുന്നത്, അങ്ങനെ തോൽപ്പിച്ച് അങ്ങ് തെക്കോട്ട് ഓടിച്ചു. നോർത്ത് ഇന്ത്യ ചെന്നാൽ ഇപ്പോഴും മദ്രാസി മദ്രാസി എന്നൊരു വിളിയുണ്ട്. തെക്കേ ഇന്ത്യക്കാരനെ ഒരു പുച്ഛം. അവിടെ നിന്ന് ഒരാളെ തോൽപ്പിച്ചിങ്ങ് തെക്കോട്ട് ഓടിച്ചു. തെക്കോട്ട് ഓടിച്ചപ്പോൾ ഓടിച്ച സ്ഥലത്തിന് പറയുന്നത് പാതാളം എന്നാണ്. അപ്പോൾ ഓണത്തെക്കുറിച്ച് വിവിധ ഐതിഹ്യങ്ങളുള്ള കൂട്ടത്തിൽ ഒരു ഐതിഹ്യമാണ്, ഒരു രാജാവ് വേറൊരു രാജാവിനെ തോൽപ്പിച്ച് പാതാളത്തിലോട്ട് ഓടിച്ചു. ഈ പാതാളം ഏതാണ്? ഈ കേരളം. മനസ്സിലായില്ലേ? അപ്പൊ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചു എന്ന് പറഞ്ഞു, അല്ല, ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണ്. മനസ്സിലായില്ലേ എങ്ങനെയാണ് ദൈവത്തിന്റെ സ്വന്തം നാടെന്നുള്ള പ്രയോഗം വന്നതെന്ന്? അവര് പറഞ്ഞു ഇത് പാതാളമാണെന്ന്. നമ്മൾ തിരിച്ചു പറഞ്ഞു ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണെന്ന്. ഈ പ്രതികരണശേഷി പണ്ടേയുള്ളതാണ് ഇവിടെ. അത് നഷ്ടപ്പെടുത്താതെ നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ പ്രതികരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ പ്രതികരിക്കുക വഴി ഇന്ത്യ ഇന്ന് ഭരിക്കുന്ന ആ ഭരണവർഗത്തിന്റെ നിലപാടുകൾക്കെതിരെയുള്ള പ്രതിഷേധം അറിയിക്കുക മാത്രമല്ല, നാളുകളിൽ ഏത് നിലയിലുള്ള നിലപാട് സ്വീകരിക്കുകയാണ് നമുക്ക് ഉചിതമായിരിക്കുന്നത്, എങ്ങനെയാണ് ഇത്തരം ഭേദഗതികളെ അനുകൂലമായ നിലയിലേക്ക് വീണ്ടും സമൂഹ ജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാറ്റിയെടുക്കുക. ഭരണഘടനാ സൃഷ്ടാക്കൾ പണ്ടേ പറയുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ജാതി ഇതിൽ ഇടപെടുന്ന കാലം വരും, അന്ന് ഇന്ത്യ വീണ്ടും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകും. അങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ബാബറി മസ്ജിദിന്റെ വിഷയത്തിലാകട്ടെ, മുത്തലാഖിന്റെ വിഷയത്തിലാകട്ടെ, അങ്ങനെ വിവിധ വിഷയങ്ങൾ നിർവഹിക്കുമ്പോഴൊക്കെ തന്നെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടുകൊണ്ടുള്ള ഒരു സമീപനം കേന്ദ്ര ഗവൺമെന്റ് നിർവഹിക്കുന്നുണ്ട്. അത് ഇന്ത്യയെ സംബന്ധിച്ച് ഗുണകരമായ ഒരു സമീപനമല്ല. അവിടെ ജാതിയും മതവുമല്ല, ഭരണഘടനയിൽ മതേതരമായ കാഴ്ചപ്പാടോടുകൂടിയുള്ള നിലപാടുകളാണ് ആവശ്യം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ ഭാരതത്തിലെ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവർ ഇസ്ലാം സമൂഹത്തോടൊപ്പം നിൽക്കുന്നത് എന്നതിന് ഒരൊറ്റ മറുപടി മാത്രമേ ഉള്ളൂ, അത് ഭാരതത്തിലായതുകൊണ്ടാണ് എന്നതാണ്. ഭാരതം മതേതര രാജ്യമാണ്, മതനിരപേക്ഷമായ കാഴ്ചപ്പാട് ഉയർത്തിക്കൊണ്ടുവരുന്ന രാജ്യമാണ്. ഭാരതത്തിന് മതേതരമായ കാഴ്ചപ്പാടുള്ള ഒരു ഭരണഘടനയുണ്ട്. അത് ജനാധിപത്യ രാജ്യമാണ്. ഗ്രീക്ക് ഭാഷയിലെ ഒരു പ്രധാനപ്പെട്ട പദം ഡെമോസ് ക്രേറ്റാസ് എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ, ആ വാക്കുകളിൽ നിന്നാണ് ഡെമോക്രസി എന്ന വാക്ക് ഉത്പാദിതമായത്. ഡെമോസ് എന്ന് പറഞ്ഞാൽ ജനശക്തി എന്നാണ് അർത്ഥം. ജനങ്ങളുടെ ശക്തിയാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഭരണഘടനയെ ആകമാനം അതിലംഘിക്കുന്ന രീതിയിൽ, അതിന്റെ ഘടനയെ തന്നെ നിഷ്പ്രഭമാക്കുന്ന രീതിയിൽ ഒരു ഭരണകൂടം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ജനത്തിന്റെ ശക്തി ഉയർന്നു വന്നിട്ട് ജനശക്തി കൊണ്ട്, ജനാധിപത്യത്തിൽ ജനത്തിലുള്ള ആധിപത്യം കൊണ്ട് ആ നിയമത്തിന്റെ ആ തൊട്ടുകൂടായ്മയെ, അതിന്റെ നിരുത്തരവാദപരമായ സമീപനത്തെ തകർക്കാൻ, അതിനതീതമായി ഉയർന്നു വരാൻ ജനരോഷത്തിലൂടെ, പ്രതിരോധത്തിലൂടെ ജനശക്തി ഉയർന്നു വരേണ്ട ഒരു കാലത്തെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. ക്രിസ്ത്യാനികൾക്കും പാഴ്സികൾക്കും ബുദ്ധമതക്കാർക്കും ജൈനർക്കും ഒക്കെ പൗരത്വം നൽകാമെന്നും എന്നാൽ മുസ്ലിങ്ങൾക്ക് അത് സാധ്യമല്ല എന്നും പറയുന്നത് വഴി ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 തുല്യതയ്ക്കുള്ള അവകാശം, മതനിരപേക്ഷമായ കാഴ്ചപ്പാട്, മതാതീതമായി ഇവിടെ ജനങ്ങൾക്ക് പുലർന്നു പോകാനുള്ള സാധ്യത, അതിനെയൊക്കെ തകിടം മറിക്കുന്ന ഒരു സമീപനം കേന്ദ്ര ഗവൺമെന്റ് എടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത്? അതിലേറ്റവും പ്രധാനമായിട്ടുള്ള കാണേണ്ട കാര്യം, കഴിഞ്ഞ കുറെ നാളുകളായി ഭാരതം ഭരിക്കുന്നത് ഒരു ഏകാധിപതിയാണ് എന്നത് തന്നെയാണ്. ആ ഏകാധിപതിയുടെ പേര് നമുക്കറിയാം.
നരേന്ദ്രമോദി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പേരിന് ഞാൻ കൊടുക്കുന്ന ഒരർത്ഥം നരന്മാർക്ക് ഇന്ദ്രനായിരിക്കുന്നതിൽ മോദിക്കേണ്ടവൻ എന്നാണ്. പക്ഷെ അദ്ദേഹം മനുഷ്യർക്ക് രാജാവായിരിക്കുന്നതിൽ മോദിക്കുന്നില്ല. മറ്റു പലതുമാണ് അദ്ദേഹത്തിന്റെ അജണ്ട. അദ്ദേഹം അധികാരത്തിലേക്ക് കടന്നു വരാൻ ശ്രമിച്ചപ്പോൾ ഒരു പാവപ്പെട്ട തൊഴിലാളിയുടെ വേഷമണിഞ്ഞുകൊണ്ടാണ് അധികാരത്തിലേക്ക് പ്രവേശിക്കുവാനായി പ്രചാരണം നടത്തിയത് എന്ന് നമുക്കറിയാം. ഒരു ചായക്കടക്കാരൻ അധികാരത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. ഒരു സാധാരണക്കാരൻ, ഒരു പാവപ്പെട്ടവൻ, ഒരു ചായ അടിച്ച് ജീവിക്കുന്നവൻ അധികാരത്തിൽ വരാൻ പോകുന്നു. അങ്ങനെ സാധാരണക്കാരിൽ ഒരുവനായ ഞാൻ അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിലെ ലക്ഷോപലക്ഷമായിരിക്കുന്ന പാവപ്പെട്ടവർക്ക്, ഞാൻ അശരണരായിരിക്കുന്നവർക്ക് ആശാകേന്ദ്രമായി മാറുമെന്ന് വാഗ്ദാനം നൽകി അധികാരത്തിൽ വന്നവൻ. അങ്ങനെ നരന്മാർക്ക് ഇന്ദ്രനായിരിക്കുന്നതിൽ, മനുഷ്യർക്ക് രാജാവായിരിക്കുന്നതിൽ മോദിക്കേണ്ടവൻ മറ്റു പലതിലും മോദിച്ച് കാണുന്ന തുടർക്കാലത്തെയാണ് നമ്മളെല്ലാം പിന്നെ നിരീക്ഷിച്ചത് എന്ന് പറയേണ്ടതില്ല. സാധാരണക്കാരിൽ നിന്ന് ഉയർന്നു വരുമെന്ന് പറഞ്ഞവൻ തന്റെ വസ്ത്രങ്ങൾക്ക് ചിലവാക്കിയത്, തന്റെ യാത്രകൾക്ക് ചിലവാക്കിയത്, കോർപ്പറേറ്റുകൾക്ക് സമ്പാദിക്കാൻ അവസരമൊരുക്കി കൊടുത്തത്, സാധാരണ മനുഷ്യർക്ക് വിവിധ രീതികളിൽ ദുരന്തമയമായ ജീവിതം സമ്മാനിച്ചത്. ഏറ്റവും ഒടുവിൽ ഇന്നലെ നമ്മൾ കോഴിക്കോട്ട് ഉയർന്നു കേട്ട മുദ്രാവാക്യത്തിൽ എന്താണ്? ഓർമ്മയില്ലേ, ഓർമ്മയില്ലേ, ഗുജറാത്ത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിച്ചിടത്ത് ഞങ്ങൾ ഗുജറാത്തിൽ നിന്ന് തുടങ്ങിയതാണെന്നും അവിടെ നരഹത്യയാണ് ഞങ്ങൾ നിർവഹിച്ചതെന്നും നിങ്ങൾ എതിർത്താൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇതേ അവസ്ഥയാണ് എന്നും പറഞ്ഞു. ഭാരതം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഭാവം, രാഗം, താളം എന്നിവ ചേർന്നതാണ്. ഭാവരാഗ താളങ്ങളാൽ സമന്വിതമായ ഭാരതം നാനാത്വത്തിലെ ഏകത്വം കൊണ്ട്, ഐക്യം കൊണ്ട് പുഷ്പിപ്പിക്കുന്നതാണ്. അങ്ങനെ പൂത്തുവിടരുന്നതാണ്. അല്ലാതെ അത് പ്രത്യേകം മതവിഭാഗം സൃഷ്ടിക്കുന്നതല്ല. BJP-യുടെ വളരെ കൃത്യമായ അജണ്ടകൾ മനസ്സിലാക്കാൻ ഇത് ഇന്ന് തുടങ്ങിയതല്ല എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഞാനൊരു സൂചന തരാം. കോൺഗ്രസിന്റെ ചിഹ്നം കൈപ്പത്തി, ഇടതുപക്ഷത്തിന്റെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം. പക്ഷെ BJP-യുടെ ചിഹ്നമോ താമര. ആ താമര ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സാറാമ്മ ടീച്ചർ എന്നോട് പറഞ്ഞു, ഇന്ത്യയുടെ ദേശീയ പുഷ്പമാണ് താമര, ഇന്ത്യയുടെ ദേശീയ പുഷ്പമാണ് താമര എന്ന് 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും ഇരുന്ന് പഠിച്ച ഞാൻ ഇന്ന് ഈ പ്രായത്തിൽ നിൽക്കുമ്പോ അത് ഇന്ത്യയുടെ ദേശീയ പുഷ്പമല്ല, അതൊരു പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമാണ്. ഇന്ത്യക്ക് എന്ത് പൊതുവായ പൈതൃകമുണ്ടോ അതൊക്കെ മോഷ്ടിച്ചെടുക്കാനുള്ള, അതൊക്കെ സ്വന്തമാക്കിയെടുക്കാനുള്ള വ്യഗ്രതയാണ് ഈ താമര ചിഹ്നത്തിൽ നമ്മൾ കാണുന്നത്. അത് ഇന്ത്യയുടെ ദേശീയ പുഷ്പമായിരുന്നു. ഇന്ത്യയുടെ ദേശീയ പുഷ്പം എന്താണ്? പൊതുവിദ്യാഭ്യാസം. ഇവിടുത്തെ ഇസ്ലാമിനെയും ഹൈന്ദവനെയും ക്രൈസ്തവനും അടക്കമുള്ള നാനാജാതി സമൂഹത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ പഠിപ്പിച്ചതെങ്കിൽ അത് ഇന്നൊരു പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമാണ്. ഇങ്ങനെയാണ് ഇന്ത്യയുടെ ദേശീയതയുടെ അടയാളങ്ങളെ നമ്മൾ മോഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഭരണഘടന നിർമ്മിക്കുവാൻ നേതൃത്വം നൽകിയ അംബേദ്കറിനെ നമ്മൾ ഒരിക്കലും താഴ്ന്ന ജാതിക്കാരനായി കാണുന്നില്ല. താഴ്ന്ന ജാതിക്കാരൻ എന്നുള്ള നിലപാടും ഐത്വവും കൊടികൊണ്ടു വാണിരുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഏകോദര സഹോദരങ്ങളെ പോലെ ഉയർന്നു വന്ന ഒരുപറ്റം മനുഷ്യരുടെ കൂട്ടമാണ് ഇന്ത്യ. അവിടെ ജാതിയില്ല, അവിടെ മതമില്ല. ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് നിങ്ങൾ പറയും. എന്തുകൊണ്ട്? എൻ്റെ വേഷം കൊണ്ട്. പക്ഷെ എൻ്റെ പ്രവൃത്തി കൊണ്ട് ഞാനിപ്പോൾ ഈ വേദിയിൽ വന്നു നിന്ന് എൻ്റെ ഇസ്ലാമിക സഹോദരന്മാർക്ക് വേണ്ടി ക്രിസ്തുവിനെ പോലെ കുരിശിൽ മരിക്കാൻ തയ്യാറാണ് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ എൻ്റെ ജാതി കടന്ന്, ഞാൻ എൻ്റെ വിശ്വാസം മറികടന്ന് എന്റെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ ഞാൻ യഥാർത്ഥ ക്രിസ്ത്യാനിയായി മാറും, ക്രിസ്തുവിന്റെ അനുയായിയായി മാറും. ഈസാ നബിയുടെ ചിന്തകൾ, ഈസാ നബിയുടെ തത്വങ്ങൾ എന്നിലൂടെ പൂവണിയും. അവിടെയാണ് ജാതി മതചിന്തകൾ കൂടുതൽ മൂല്യവത്താകുന്നത്. നമുക്ക് 2 ലോകമുണ്ട്. ഒന്ന് ആത്മീക ലോകം, മറ്റൊന്ന് ഭൗതിക ലോകം. ഭൗതിക ലോകമാണ് നമ്മൾ ജീവിക്കുന്ന പരിസരം. എന്നാൽ ആത്മീക ലോകത്തിന് അതിരുകളില്ല. ആത്മീക ലോകം സാർവലൗകികമാണ്. ആത്മീക ലോകം സാർവലൗകികമായതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ വിവേകാനന്ദ സ്വാമിജിക്ക് അങ്ങ് അമേരിക്കയിൽ പോയി
ഇന്ത്യക്കാരായ എന്റെ സഹോദരി സഹോദരന്മാരെ എന്ന് പ്രസംഗിച്ച് ഈ നാടിന്റെ ആത്മീക പാരമ്പര്യത്തെ വിളംബരം ചെയ്യാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നരേന്ദ്രമോദിക്ക് ഗൾഫിൽ പോയി അമ്പലം പണിയാൻ കഴിഞ്ഞത്. അത് മതപരമായ ചിന്തകൾ സാർവലൗകികമായി വളർത്താവുന്നതാണ്. ഞാൻ ക്രിസ്തുവിനെ പിൻപറ്റുന്ന ആളാണെങ്കിൽ ക്രിസ്തു മതത്തിന് 2000 വർഷത്തെ പഴക്കമേ ഉള്ളൂ. അതിനേക്കാൾ പഴക്കമുള്ളതാണ് ഹൈന്ദവ മതം. ക്രിസ്തു വരുന്നതിനെ കുറിച്ച് പ്രഖ്യാപിക്കുന്ന യെശയ്യാവ് എന്ന പ്രവാചകൻ കന്യക ഗർഭം ധരിച്ച്, അതായത് മറിയം ബീവി ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുമെന്ന് പ്രവചനം നടത്തിയ പ്രവാചകൻ, അദ്ദേഹം ശ്രീബുദ്ധന്റെ സമകാലികനായിരുന്നു. അപ്പോൾ ബുദ്ധമതം ഇന്ത്യയിൽ ഉള്ളപ്പോൾ ഉണ്ടായ ചിന്ത, അങ്ങനെ പുറകോട്ട് നോക്കിയാൽ മതത്തിന്റെ കാലത്തിനപ്പുറത്ത് മതമില്ലാത്ത കാലത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്നു. അവിടെ ഇസ്ലാം മതമില്ല, അവിടെ ക്രിസ്തു മതമില്ല, അവിടെ ഹൈന്ദവ മതമില്ല, അവിടെ ദൈവത്തിന്റെ മക്കൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങുന്നു എന്ന് പറയുന്ന ഇസ്ലാം മത വിശ്വാസിക്ക് അള്ളാഹുവിന്റെ മക്കളെ കാണാൻ കഴിയും. അള്ളാഹുവിന്റെ മക്കൾക്ക് മതമില്ല. ഞാൻ അടുത്ത സമയത്ത് നമ്മുടെ ലുലു മാളിന്റെ തൊട്ടടുത്തുള്ള മുസ്ലിം പള്ളിയിൽ ഒരു മതസൗഹാർദ്ദ സമ്മേളനത്തിന് പോയി. എറണാകുളത്ത് എല്ലാ ആചാര്യന്മാരും വന്ന് മതസൗഹാർദ്ദത്തെ കുറിച്ച് പ്രസംഗിച്ചപ്പോ ആ സമൂഹത്തോട് എനിക്ക് ചോദിക്കാനുണ്ടായിരുന്ന ചോദ്യം ദൈവത്തിന്റെ മതമെന്ത് എന്നതാണ്. അള്ളാഹുവിന്റെ മതമെന്ത്? ദൈവത്തിന്റെ മതമെന്ത്? ഈശ്വരന്റെ മതമെന്ത്? നമ്മൾ സമസ്ത പ്രപഞ്ചത്തിലുമുള്ളവർ ദൈവ സൃഷ്ടികളാണെങ്കിൽ മതത്തിന് അതീതമായി വളരാൻ നമുക്ക് കഴിയണം. അങ്ങനെ മതത്തിന് അതീതമായി വളർന്നവർ എല്ലാ മതങ്ങളിലുമുണ്ട്. എന്റെ സഭയിലുണ്ട്, എന്റെ മതത്തിലുണ്ട്, ഹൈന്ദവ മതത്തിലുണ്ട്, ഇസ്ലാം മതത്തിലുണ്ട്. അവർ മതത്തിന്റെ ചട്ടക്കൂടുകൾക്കപ്പുറത്ത് ദൈവത്തിലേക്കുള്ള ദൂരം കുറച്ചവരാണ്. മദർ തെരേസ എന്നൊരാള് ഭാരതത്തിൽ വന്നു. ഭാരതത്തിൽപ്പെട്ട ആളല്ല. ആഗ്നസ് എന്ന് പറയുന്ന ഒരു ബാലിക മറ്റൊരു ദേശത്ത് ജനിച്ചാൽ ഇന്ത്യയിൽ വന്ന അശരണരുടെ അമ്മയായി മാറുന്നു. അവരുടെ മതചിന്ത സാധാരണക്കാരായ പാവപ്പെട്ടവരായ ആളുകളെ ശുശ്രൂഷിക്കുക എന്നതാണ്. ആ ശുശ്രൂഷയിൽ അവർ തങ്ങളുടെ പ്രവർത്തനത്തിന് പുതിയ കാഴ്ചപ്പാട് വളർത്തിയെടുത്തു. അതുകൊണ്ട് അവരുടെ മതം പ്രസക്തമല്ല, അശരണരുടെ അമ്മ എന്നവർ വിളിക്കപ്പെട്ടു. അവിടെ മതം പ്രസക്തമല്ല, എല്ലാവരുടെയും അമ്മയായി മാറി. നമ്മുടെ കേരളത്തിൽ ഇസ്ലാം മത സമൂഹം നൽകിയിട്ടുള്ള ഏറ്റവും വലിയൊരു പാരമ്പര്യമാണ് സുഫി പാരമ്പര്യം. ആ സുഫി സന്യാസിമാര് നൽകിയിട്ടുള്ള, സുഫി വര്യന്മാർ നൽകിയിട്ടുള്ള വലിയ തത്വചിന്തകൾ ഈ സമൂഹത്തെ എത്രമാത്രം ഇന്നും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സുഫി പാരമ്പര്യത്തിന് ക്രിസ്തീയ പശ്ചാത്തലത്തിൽ പറയുന്നത് സോഫിയ എന്നാണ്. സോഫിയ, സോഫിയ, ഗ്ലോറിയ. പക്ഷെ അതിനപ്പുറത്ത് ഇന്ന് വന്നേക്കുന്ന കുഴപ്പം മാഫിയ എന്നതാണ്. സോഫിയ വിജ്ഞാനമാണ്, ഗ്ലോറിയ മഹത്വമാണ്. പക്ഷെ മാഫിയ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇന്ന് മതങ്ങളിലും സമൂഹത്തിലുമെല്ലാം മാഫിയയ്ക്കാണ് പ്രാധാന്യം. അങ്ങനെ മാഫിയയായി മാറിയ ഒരു ഭരണകൂടത്തിന്റെ കീഴിൽ, സുരക്ഷിതത്വമില്ലാത്ത ഭരണകൂടത്തിന്റെ പിന്നിൽ, ഭരണഘടന എന്ന് പറയുമ്പോൾ തന്നെ എന്താ? ഭരണത്തിന് ഘടന വരുത്തുന്നതാണ്. ആ ഘടന നഷ്ടപ്പെട്ട അവസ്ഥയിൽ, ഘടന നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിൽ, ജീവിതത്തെക്കുറിച്ച് ആശങ്കകളുള്ള സ്ഥിതിയിൽ നമ്മൾ കഴിയുകയാണ്. നമ്മൾ ചെറിയ വീടിന്റെ കാര്യം ആലോചിക്കുക. ആ വീട്ടിലുള്ള അപ്പൻ, അപ്പൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? അപ്പൻ, അത്ത, പപ്പ എന്നൊക്കെ പറയും. ഞാൻ അപ്പനാണല്ലോ. അപ്പൻ എന്ന് പറഞ്ഞാൽ അപ്പം കൊടുക്കുന്നവൻ എന്നാണ്. അപ്പം എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളയപ്പം അല്ല, പിന്നെന്താ? പാലപ്പം അല്ല, പിന്നെന്താ? വിശക്കുന്നവന്റെ മുമ്പിൽ അപ്പമാണ് ദൈവം. അപ്പം എന്ന് പറഞ്ഞാൽ തൃപ്തി എന്നാണ് അർത്ഥം. തൃപ്തി കൊടുക്കുന്നവനെ എന്ത് വിളിക്കാം? അപ്പനെന്നോ അത്ത എന്നോ വിളിക്കാം. വെള്ളമടിച്ച് വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്നവനെ ആ പേര് വിളിക്കരുത്. വീട്ടിലുള്ള എല്ലാവർക്കും, ഉമ്മയ്ക്കും മക്കൾക്കും എല്ലാം സന്തോഷവും തൃപ്തിയും കൊടുക്കുന്നവനെ വേണം അപ്പനെന്ന് വിളിക്കാൻ. അല്ലാത്തവൻ ആ പേരിന് അർഹനല്ല. അങ്ങനെ തൃപ്തി കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൻ വിചാരിക്കണം, ഈ ഉമ്മയെയും മക്കളെയും അള്ളാഹു എനിക്ക് തന്നതാ, അള്ളാഹു അവരോട് എങ്ങനെ പെരുമാറണം അതുപോലെ വേണം ഞാൻ പെരുമാറാൻ. ഉമ്മ വിചാരിക്കണം,
ഈ അത്തായെയും മക്കളെയും അള്ളാഹു എനിക്ക് തന്നതാ. അള്ളാഹു അവരോട് എങ്ങനെ പെരുമാറുമോ അതുപോലെ വേണം ഞാൻ പെരുമാറാൻ. മക്കൾ വിചാരിക്കണം, ഈ ഉമ്മായെയും അത്തായെയും എനിക്ക് അള്ളാഹു തന്നിരിക്കുന്നതാണ്. അള്ളാഹു എനിക്ക് അവരോട് എങ്ങനെയാണോ അവരെ കരുതുക അതുപോലെ വേണം ഞാൻ അവരെ കരുതാൻ. ഇങ്ങനെ കരുതുന്ന ഒരു വീട്ടിൽ എന്തുണ്ടാവും? ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ വാക്കിന്റെ അർത്ഥം പോലെ സമാധാനം ഉണ്ടാവും. ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം സമാധാനം. അച്ഛൻ പള്ളിയിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജനത്തിന് കിട്ടിയോ എന്നുള്ളത് വേറെ കാര്യം. കിട്ടാനുള്ള മനസ്സുമായിട്ട് വന്നാലേ അവനത് കിട്ടുകയുള്ളൂ. മനസ്സ് പോകുന്നതാണല്ലോ പ്രശ്നം. നമ്മുടെ സ്വാമിമാര് മരിക്കുമ്പോ പറയും സമാധിയായി. ഇതെല്ലാം ഒരു വാക്കാണ്. സമാധാനം എന്ന് പറഞ്ഞാൽ സമം ധി ആദാനം, ദൈവത്തിന്റെ ബുദ്ധിയോട് സമമായിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്ത് വിചാരിക്കണം? ദൈവം പറയുകയാണ് ഇതൊക്കെ എൻ്റെ സൃഷ്ടികളാണ്, നിങ്ങൾ ഇതിനെയൊക്കെ നന്നായിട്ട് കാര്യവിചാരത്വം ചെയ്യണം. ഇതാണ് ഇന്ന് മുസ്ലിം സമുദായത്തിന് നീതി നഷ്ടപ്പെട്ടു ഈ ഭരണകൂടത്തിൽ നിന്ന്. അത് മുസ്ലിം സമുദായത്തിന് മാത്രമുള്ള നീതികേടല്ല, ന്യൂനപക്ഷങ്ങൾക്ക് മുഴുവനുള്ള നീതികേടാണ്. കാരണം എന്ത്? അടവുകളും തന്ത്രങ്ങളും പയറ്റുന്ന കേന്ദ്ര സർക്കാർ ഇതിന്റെ പിന്നിൽ ഒരു അജണ്ട ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതെന്ത്? അതാണ് ക്രിസ്ത്യാനികളെ നിങ്ങൾ വാ, നിങ്ങൾക്ക് പൗരത്വം തരാം. പാഴ്സികളെ നിങ്ങൾ വാ, നിങ്ങൾക്കും തരാം പൗരത്വം. ജൈനരെ വരൂ വരൂ, നിങ്ങൾക്ക് പൗരത്വമുണ്ട്. ഇതാ ഈ മുസ്ലിങ്ങൾക്ക് മാത്രമല്ലേ ഞങ്ങൾ കൊടുക്കാത്തത്? അപ്പോൾ തിരിച്ചറിയാത്ത ബുദ്ധിയില്ലാത്ത ക്രിസ്ത്യാനി പറയും, ഓ പോരട്ടെ പൗരത്വം, മുസ്ലിങ്ങൾക്കല്ലേ, ഞങ്ങൾക്കുള്ളത് നടന്നല്ലോ. ജൈനര് പറയും ഞങ്ങൾക്കുള്ളത് നടന്നല്ലോ, മുസ്ലിങ്ങൾ പോട്ടെ. അങ്ങനെ ഓരോ ന്യൂനപക്ഷങ്ങളും പറയും അവർക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത്, ഞങ്ങൾക്ക് കിട്ടിയല്ലോ. അങ്ങനെ കുറച്ചു നാൾ കഴിയുമ്പോഴാണ് ക്രിസ്ത്യാനികളെ വാ, നിങ്ങൾക്ക് പൗരത്വമില്ല. അപ്പൊ മുസ്ലിങ്ങൾ കൂടെ നിൽക്കാൻ കാണത്തില്ല, അപ്പൊ ജൈനര് കൂടെ നിൽക്കാൻ കാണത്തില്ല. ഈ ബുദ്ധി എവിടുന്ന് വന്നതാ? അമിത്ഷായുടെ തലേന്ന്. പക്ഷെ അത് അമിട്ട് പോലെ പൊട്ടുകയാണ് ഇന്ന് ഭാരതത്തിൽ. കാരണം ഈ കുതന്ത്രം ഭാരതീയൻ മനസ്സിലാക്കിയിരിക്കുന്നു. അത് ഇന്ത്യയുടെ യുവത്വം മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ജാമിയ മില്ലയിൽ നിന്നും JNUവിൽ നിന്നും ഇന്ത്യയിലെ പ്രബലമായ കലാലയങ്ങളിൽ നിന്ന് ക്ഷോഭിക്കുന്ന യുവത്വം പൊട്ടിപ്പുറപ്പെടുന്നത്, പുതിയ സുവിശേഷം പ്രഖ്യാപിക്കുന്നത്, തെരുവിൽ മരിക്കാൻ തയ്യാറാവുന്നത്. അങ്ങനെ പുതിയൊരു സമരമുഖത്തേക്ക്, പോർമുഖത്തേക്ക് വിപ്ലവ മനസ്സുമായി കടന്നു വരാൻ ഇന്ത്യൻ യുവത്വം ജാതിക്കും മതത്തിനും അപ്പുറത്ത് തയ്യാറാവുന്നുണ്ടെങ്കിൽ അത് ഭാരതത്തിൽ കാണുന്ന ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ്. അതിന് മുഖാന്തരമായി ഈ പൗരത്വ ബില്ല്, ഈ പൗരത്വ നിയമം മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ നിരാശപ്പെടേണ്ട. ഇതൊരു പുതിയ തുടക്കമാണ്. എങ്ങനെ? ഇന്ത്യക്കാരെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാര് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടങ്ങി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയപ്പോ ഇവിടുത്തെ നാട്ടുകാർക്ക് മനസ്സിലായി ഇവൻ നമ്മളെ അടിമപ്പണി ചെയ്യിക്കുകയാണ്. അതുകൊണ്ട് ആ തിരിച്ചറിവിൽ നിന്ന് നമ്മൾ അന്നത്തെ ഭരണകൂടത്തിനെതിരെ സ്വാതന്ത്ര്യ സമരം നയിച്ചു. ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഫലമാണ് നമ്മളൊക്കെ സ്വതന്ത്രമായി ഇന്ന് ഇന്ത്യയിൽ ജീവിക്കാനിടയായത്. അന്ന് സ്വതന്ത്രമായ കൂട്ടത്തിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം ചേർന്ന് പറഞ്ഞു, പാകിസ്ഥാൻ മതരാഷ്ട്രമുണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിന്റെ കൂടെയില്ല. ഞങ്ങൾ ഏകോദര സഹോദരങ്ങളെ പോലെ ഇവിടെ പാർത്തുകൊള്ളാം, ഇവിടെ വസിച്ചുകൊള്ളാം എന്ന് പ്രഖ്യാപിച്ചവരാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ അടക്കമുള്ളവർ. അവർ ഇന്ത്യക്കാരാണ്, അവരാണ് സ്വതന്ത്ര ഇന്ത്യ സൃഷ്ടിച്ചത്. അവരെല്ലാം ചേർന്നാണ് ഈ സ്വതന്ത്ര ഇന്ത്യ രൂപപ്പെടുത്തിയതെങ്കിൽ ആ സ്വതന്ത്ര ഇന്ത്യയിൽ നിലനിൽക്കാൻ അവർക്ക് അവകാശമുണ്ട്. എന്നാൽ ഇപ്പോഴെന്താ പറ്റുന്നത്? സ്വാതന്ത്ര്യം കിട്ടി, നമുക്ക് സ്വതന്ത്രരായി. പക്ഷെ അന്നേ കാലം മുതൽ ഉള്ളിൽ വെച്ചിരിക്കുന്ന സ്വന്തം തന്ത്രങ്ങളുമായി ചില ആൾക്കാർ ഇവിടെ ഉണ്ട്. അവരാണ് ഇന്ന് വെട്ടപ്പെട്ടിരിക്കുന്നത്. അന്നും അവർ സ്വന്തം തന്ത്രങ്ങളാണ് മെനഞ്ഞിരുന്നത്. എന്തായിരുന്നു ആ തന്ത്രം? അതാണ് RSSന്റെ പൂർവികരായിട്ടുള്ള ആളുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് പോലെ ഇന്ത്യയിൽ 2 രാഷ്ട്രങ്ങളാണ് നിലനിൽക്കുന്നത്. ഒന്ന് ഹിന്ദു രാഷ്ട്രം, ഒന്ന് മുസ്ലിം രാഷ്ട്രം. പാകിസ്ഥാൻ രൂപപ്പെടുത്താൻ ശ്രമിച്ച മുഹമ്മദ് അലി ജിന്നയുടെ അഭിപ്രായത്തോട് അവർക്ക് യാതൊരു വിയോജിപ്പും ഉണ്ടായില്ല.
മുസ്ലിം രാഷ്ട്രം അവരുണ്ടാക്കിക്കോട്ടെ, ഇവിടെ ഹിന്ദു രാഷ്ട്രം ഉണ്ടാകണമെന്നുള്ള അന്നത്തെ ആ സ്വന്തം തന്ത്രമാണ് ഇന്നും പ്രായോഗികമാക്കി കൊണ്ടുവരുവാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാർ പറയും, അച്ഛൻ ഇങ്ങനെ കോളേജിലെ പഠിപ്പീരിയൊക്കെ കഴിഞ്ഞ് പള്ളിയിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് ഈ മുസ്ലിം സഹോദരന്മാരൊക്കെ ഇരിക്കുന്ന വേദിയിൽ പോയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ നാളെ വഴിയിലിട്ട് അച്ഛനെ ആരെങ്കിലും വെട്ടിക്കൊല്ലുമെന്ന്. അപ്പോൾ അവരെ കേൾക്കാൻ വേണ്ടി അങ്ങനെയുള്ളവർ ആരെങ്കിലും, ഇവിടെ ക്യാമറയൊക്കെ പിടിക്കുന്നുണ്ട്, ചേട്ടനാണ് ഇവിടെ കുറെ നേരമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുക, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ആ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ ഒരു ക്രിസ്ത്യൻ പുരോഹിതനായ ഞാൻ ഈ ഭാരതത്തിൽ ഒരുക്കമാണ്. എനിക്ക് വയസ്സ് 50 ആകുന്നു. കർത്താവ് മരിച്ചത് 33-ാമത്തെ വയസ്സിൽ കുരിശിൽ മരിച്ചു. ആ കർത്താവിന്റെ പേരിലാണ് ഞാൻ കുപ്പായമിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. അദ്ദേഹം മരിച്ചത് 33-ൽ. ഞാനിപ്പോ 17 വയസ്സ് കൂടുതൽ ജീവിച്ചിട്ടുണ്ട്. എപ്പം മരിക്കാനും ഒരുക്കം. മരണത്തിന് പ്രശ്നമില്ല, പക്ഷെ സത്യത്തിന് വേണ്ടിയാകണം, നീതിക്ക് വേണ്ടിയാകണം, പോരാട്ടത്തിന്റെ ഭാഗമായിരിക്കണം, ജനങ്ങൾക്ക് ഗുണമുണ്ടാകുന്നതായിരിക്കണം, സത്യം പുഷ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കണം. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക്, ഭരിക്കുന്നവർക്ക് നീതി എന്താണെന്ന് അറിയില്ല. നീതി നിരാകരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഈ ആശയം ഉയർത്തിക്കൊണ്ടുവരുന്നവരോട് പറയണം, ഞങ്ങൾ നിങ്ങളോട് പറയാം, നീതി എന്ന വാക്കിന്റെ അർത്ഥം, അതിന്റെ അർത്ഥം നീ തിന്നുക എന്നാണ്. നീ തിന്നുക എന്ന് ഞാൻ ആ ചേട്ടനോട് പറയുന്നു. അപ്പോൾ എനിക്കെല്ലാം നഷ്ടപ്പെടുന്നു, ചേട്ടൻ നന്നാവുന്നു. ചേട്ടൻ മറ്റൊരാളോട് പറയുന്നു, നീ തിന്നുക, എനിക്ക് വേണ്ടടോ, മറ്റുള്ളവർക്ക് കിട്ടുന്നു. ഇങ്ങനെ എല്ലാവരും നീ തിന്ന് നീ അനുഭവിക്ക് എന്ന് പറഞ്ഞാൽ ആ ലോകം എങ്ങനെ ഇരിക്കും? അതാണ് നീതി പുഷ്പിക്കുന്ന ഇടം. ആ നീതിയാണ് ഇവിടെ നടപ്പിലാകേണ്ടത്.